ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിപ്പോൾ ബിന്ദുജം എന്നുള്ള മെത്തേഡിൽ ഞാനിപ്പോൾ ഇതാ ഫൈനൽ കോട്ടിങ് ഞാനിവിടെ ഷെയ്ഡിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ ഞാൻ മഹാലക്ഷ്മിയുടെ പത്മാസനത്തിലിരിക്കുന്ന കാലിൻ്റെ പോർഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണാമല്ലോ. ഇതിപ്പോൾ ഞാൻ ആദ്യം കൊടുത്തത് നമ്മളുടെ യെല്ലോ തന്നെയാണ് കൊടുത്തത്. അതിൽ പിന്നെയാണ് ഞാൻ ഷെയ്ഡ് ചെയ്തത്. പെർമനൻ്റ് യെല്ലോ മീഡിയം എടുത്തു, പിന്നെ ഇതാ ഇന്ത്യൻ റെഡ് എടുത്തു. ഈ ഇന്ത്യൻ റെഡ് കുറച്ചാണ് എടുത്തത്. ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ വളരെ കുറച്ചെടുത്തിട്ട് ഇതാ ഇത്തിരി വെള്ളം കൂട്ടി ഇതാ ഇവിടെ ചെയ്യുന്നില്ലേ, ആ യെല്ലോ ജസ്റ്റ് ഒന്ന് ഇതാ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇതാ ഇവിടെ എടുക്കുന്നത്. എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഈ അരികിലൂടെ ഇങ്ങനെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സെൻറ്റർ പോർഷൻ വളരെ ലൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് ആ കാലിൻ്റെ ആ ഉരുണ്ടിരിക്കുന്നത് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ അതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഈ മെത്തേഡിൻ്റെ ഒരു ഭംഗിയാണ് അവിടെ കാണുന്നത്. കുറച്ച് ടൈം എടുത്ത് ചെയ്താലും മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഷെയ്ഡിങ് മെത്തേഡാണ് ഈ ബിന്ദുജം എന്ന് പറഞ്ഞ ഈ മെത്തേഡ്. വളരെ നല്ല സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇത് വളരെ ഫാസ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വളരെ ചെറിയ ഒരു ഡോട്ട് ഇട്ട് ചെയ്യണത് കാണാം. എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് തന്നെയാണ്. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ചെയ്തിരിക്കുന്ന ചില പോർഷനൊക്കെ ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്താം. കണ്ടില്ലേ, വയറിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളിവിടെ ഈ ആഭരണമൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ മുകളിലിരിക്കുന്ന പോലെ കാണിക്കണമെങ്കിൽ ഇത് ഈ പോർഷനൊക്കെ നമ്മളൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. ഈ സൈഡ് പോർഷനൊക്കെ നമ്മളിങ്ങനെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ആഭരണം മുകളിൽ കിടക്കുന്നതിൻ്റെ എഫക്റ്റ് വരുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഈ ഏരിയയിൽ മൊത്തം നമ്മൾ ഈ മുത്തുമാല മുകളിലോട്ട് വരുന്ന പോലെ വരണമെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ഇത് ഫിനിഷ് ചെയ്യേണ്ടത്. ഞാൻ എന്താ ഇവിടെ ബാക്കി കുറച്ചും കൂടെ കാണിച്ചു തരാം. ഞാൻ എന്താ ഈ കൈയൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇതാ ഇങ്ങനെ നല്ല ഉരുണ്ട് പൊങ്ങിയിരിക്കുക, കൈ മടങ്ങിയിരിക്കുന്നത് കാണിക്കാനാണ് ഈ രീതിയിൽ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ വന്നിട്ട് ആ ലൈറ്റ് ഷെയ്ഡ് വരുമ്പോഴാണ് നമുക്കിങ്ങനെ കൈ ഇവിടെ പോയി ഇങ്ങനെ നല്ല ഉരുണ്ട് നന്നായിട്ട് മടങ്ങിയിരിക്കുന്നത് നന്നായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ബാക്കിയൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഈ കൈയും ചെയ്തിട്ടുണ്ട്. ഈ കയ്യിൽ ഇതാ ഇവിടെ കുറച്ചുകൂടെ ഇനി ചെയ്യാനുണ്ട്. ഫിനിഷിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ ഇതാ ശംഖിൻ്റെയും കുറച്ച് ചെയ്തിട്ടുണ്ട്. താമരപ്പൂവും കുറച്ച് ചെയ്ത് തുടങ്ങിയിരിക്കുവാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് ബാക്കി ചെയ്യാൻ കിടക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഞാനൊന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഹാരമൊക്കെ ഇതാ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഞാൻ ഇനി ഇവിടെയൊക്കെ ചെയ്യാനുണ്ട്.